ഞാനിപ്പോൾ വീട്ടിലുള്ളത് കൊണ്ടേ നമ്മുടെ വീട്ടിൽ നേരം വെളുക്കുമ്പോഴേ എത്തുന്ന രണ്ട് അതിഥികളാണ് ദേ ഇവർ രണ്ടുപേര്. ഇവരെയാണ് രാവിലെ ഞാൻ കാണുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ടിനു വാഞ്ചോ. ഞങ്ങൾ ടിനു ടിനു എന്ന് വിളിക്കും. ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ പുറകിന് കൊഞ്ചി കൊഞ്ചി ഇങ്ങനെ നടക്കും. പിന്നെ ജാനുവിന് ഇന്നലെ വന്ന് പറഞ്ഞ് ഇഡ്ഡലി സാമ്പാറും വേണമെന്ന്. അങ്ങനെ അവൾക്ക് ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവച്ചന് പിന്നെ ഇന്നലെ ഞണ്ടൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. രാവിലെ തന്നെ പോയി ഞണ്ടൊക്കെ കൊണ്ടുവന്നു. അവൻ അറിഞ്ഞിട്ടില്ല. അവൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഞണ്ട് കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാനെല്ലാം കുക്ക് ചെയ്യുകയാണ്. നമ്മുടെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ? നമ്മുടെ കിച്ചണിൽ തന്നെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അങ്ങനെ ആസ്വദിച്ച് ഞാനിങ്ങനെ ചെയ്യുകയാണ്. പവിച്ചന് ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കുവാണ്. ഇപ്പോൾ പാറൂസ് വിചാരിക്കും അവൾക്ക് എന്തായിരിക്കും ഉണ്ടാക്കിയൊന്നും കൊടുക്കുന്നില്ല. അവൾ വരട്ടെ, അവൾ വരുമ്പം നമുക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഒന്നുമില്ല ഗൈസ്. എല്ലാം ഒരു സാധനം പോലും അവർ വാങ്ങിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഉഷയുടെ അടുത്ത് പോയി കുറച്ച് കറിവേപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നിരിപ്പുണ്ട്. എൻ്റെ കറിവേപ്പ് മരം വരെ അവർ നശിപ്പിച്ചു. അങ്ങനെ ആശ വന്നിട്ടുണ്ട്. അവളുടെ മുളക് പൊടിയിലുള്ള കുറച്ച് മുളകൊക്കെ പറിച്ചുകൊണ്ടാണ് അവൾ വന്നിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തരികയാണ്. അവൾ പണ്ടേ ഭയങ്കര കൃഷിക്കാരിയാണ് കേട്ടോ. ഇന്ന് അവിടെ മുളകിട്ടാണ് ഞാൻ കറിയൊക്കെ വെക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പു ഇറങ്ങി വന്നു. പവി ഇനി എപ്പോഴാണ് ഇറങ്ങി വരുന്നത്? പവി ഇപ്പോൾ ഉടനെ ഇറങ്ങി വരാനൊക്കെ സമയമായി. അങ്ങനെ അവന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അതൊക്കെ കഴിയണം. അവന്മാർ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. രണ്ടെണ്ണം ഞാനില്ലാത്തത് കാരണം അങ്ങ് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ അവന്മാർക്ക് ഞാൻ ടി വി വാങ്ങിച്ചു കൊടുത്തത് കാരണം എപ്പം നോക്കിയാലും ഇവന്മാർ ഈ സെറ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. എങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല. ജാനു വൈകിട്ട് നഴ്സറിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പവിയും ജാനുവും കൂടെ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. രണ്ടുകൂടി ഇടിയാണ്. എപ്പം നോക്കിയാലും കഥയും ഇടിയൊക്കെയാണ്. പക്ഷേ എൻ്റെ വീട് മൊത്തം അഴുക്കായത് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന് പെയിൻ്റ് അടിക്കണമെന്ന് ചേട്ടൻസിനോട് ചോദിച്ചപ്പോൾ ചേട്ടൻസിന് അത്രയും നേരം നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞത് കാരണം ഞാൻ തന്നെ പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതേ ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട് പെയിൻ്റ് അടിക്കാറുണ്ടോ? പക്ഷേ എനിക്ക് ഇച്ചിരി അഴുക്കായി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താകും. അത് കാരണം ഞാനിങ്ങനെ പെയിൻ്റ് അടിക്കുകയാണ്. നല്ല വൃത്തിയായിട്ടുണ്ട്. എന്താണെങ്കിലും റോളർ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവന്മാർ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോയിട്ട് വന്ന് എൻ്റെ ഭിത്തി മൊത്തം ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറിയാണ് ഇത് മൊത്തം അഴുക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം ഞാൻ ഒരുവിധം വൃത്തിയാക്കി ഒക്കെ നാട്ടിൽ വന്നതിന് ശേഷം എപ്പം നോക്കിയാലും പണികളാണ് ഗൈസ്. എപ്പം നോക്കിയാലും ബാലവേല എടുത്തെടുത്തെടുത്ത് ഞാൻ കുഴഞ്ഞിരിക്കുകയാണ് ഗൈസ്.